ഒരു വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന സോഷ്യോളജി പഠനത്തിന് ശേഷം നിങ്ങളൊക്കെ കുട്ടി സോഷ്യോളജിസ്റ്റുകളായി മാറുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഗൗരവപൂർവ്വം സോഷ്യോളജി എന്ന സബ്ജക്റ്റിന് സമീപിക്കേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുക, ഇന്ത്യൻ സമൂഹത്തെ പറ്റി നിങ്ങൾക്ക് ആഴത്തിലുള്ള അവഗാഹം നൽകുക തുടങ്ങിയവയാണ് ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം എന്ന ഈ പാഠപുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. +2 അധ്യയന കാലത്തിലെ രണ്ടാമത്തെ പുസ്തകമാണ് ഇന്ത്യൻ സൊസൈറ്റി. ഇതിൽ 8 പാഠഭാഗങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഈ പുസ്തകത്തിലെ ഓരോ പാഠവും നിങ്ങളെ ഇന്ത്യൻ സമൂഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കി തരുന്നു. എന്തൊക്കെയാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ, മറ്റ് സമൂഹങ്ങളുമായി ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, ഇവ തമ്മിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഈ പാഠപുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡ്യൂസിംഗ് ഇന്ത്യൻ സൊസൈറ്റി, ദി ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, ദി മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, ദി ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സജഷൻസ് ഫോർ പ്രോജക്റ്റ് വർക്ക്. ഇങ്ങനെയുള്ള 8 പാഠഭാഗങ്ങളെ കുറിച്ചുള്ള ഒരു ആമുഖം, ഒരു ഓവർവ്യൂ ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പാഠം ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നമ്മൾ ഇന്ത്യൻ സമൂഹത്തെ വിശാലമായി പഠിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പഠനത്തെ സമീപിക്കേണ്ടത് എന്നതുകൂടി ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ സമൂഹം എന്നത് നമുക്ക് അജ്ഞാതമായ അല്ലെങ്കിൽ നമുക്കൊട്ടും അറിയാത്ത ഒരു കാര്യമല്ല. കാരണം നമ്മളും ഇന്ത്യൻ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹത്തെ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ പഠിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഠനം ചില തിരിച്ചറിവുകൾക്ക് സഹായകമാകും. അപ്പോൾ തിരുത്താൻ ഒരിക്കലും നാം മടി കാണിക്കരുത്. ഇനി ഇന്ത്യൻ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ബോധമുണ്ടായ കഥയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ കച്ചവടത്തിന് വന്ന ഈ പരദേശികൾ പിന്നീട് ഇന്ത്യയുടെ ഭരണം തന്നെ പിടിച്ചടക്കുകയും കോളനി വാഴ്ച തുടങ്ങുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇന്ത്യ എന്നത് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഭൂപ്രദേശം മാത്രമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകൾ കാരണം നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മൾ ഒരുമിച്ച് നിന്ന് പോരടിക്കണം എന്നൊരു ബോധം ഇന്ത്യൻ ജനതയിൽ ഉണ്ടായി. അങ്ങനെ അവർ ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ആ പോരാട്ട വീര്യത്തിൻ്റെ കഥയാണ് സ്വാതന്ത്ര്യ സമരം. ഇനി രണ്ടാമത്തെ പാഠം ദി ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പരിതസ്ഥിതിയും പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ജനസംഖ്യാ നിരക്കിൽ ലോകത്തിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ഈ ജനസംഖ്യ നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെയും മാറ്റങ്ങളെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മുടെ നയരൂപീകരണത്തിൽ ഈ ജനസംഖ്യാ നിരക്ക് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അതുകൂടാതെ കോടാനുകോടി മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് നമ്മൾ സാമൂഹ്യ ശാസ്ത്രപരമായി ഒരു പഠനം നടത്തുക? ഇന്ത്യൻ ജനങ്ങളുടെ ജീവിത നിലവാരം നമ്മൾക്ക് എങ്ങനെയാണ് അളക്കാൻ കഴിയുക? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ലോക ജനതയുടെ തന്നെ ജീവിത നിലവാരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ജനങ്ങളുടെ നിലവാരം അളക്കാൻ ഒരുപാട് സൂചികകൾ ഇത് നൽകുന്നുണ്ട്. സാക്ഷരതാ നിരക്ക്, ജനന നിരക്ക്, മരണനിരക്ക്, ബാലമരണങ്ങൾ തുടങ്ങി ഒരുപാട് സൂചികകൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്. അതുകൂടാതെ ഇന്ത്യയിലെ ജനപ്പെരുപ്പം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്? അങ്ങനെയെങ്കിൽ ജനസംഖ്യയെ നമുക്ക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം? അതിനു വേണ്ടിയുള്ള നയരൂപീകരണങ്ങൾ ഏതൊക്കെ വിധത്തിലായിരിക്കണം? ഇത്തരം കാര്യങ്ങൾ കൂടി ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനിയുള്ള പാഠം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ആണ്. നിങ്ങൾ +1 ക്ലാസ്സുകളിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ വരുമ്പോൾ
ഈ സാമൂഹിക സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവ മാറാതെ നിൽക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ പാഠഭാഗത്തിൽ നൽകുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ചാലക ശക്തിയാണ് ജാതി എന്നത്. ജാതി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ പോരടിച്ച, സമരം ചെയ്ത, മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് പേരുടെ സമരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ചിലരുടെയെങ്കിലും പേര് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ഡോക്ടർ BR അംബേദ്കർ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ജ്യോതിബ ഫൂലെ, സാവിത്രിബ ഫൂലെ, ഫാത്തിമ ഷേഖ് ഇവരൊക്കെ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയ ഒട്ടനേകം പേരിലെ ചില പേരുകൾ മാത്രമാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ഗോത്ര സമൂഹങ്ങളുടെ കഥയെ പറ്റിയാണ്. അവർ എങ്ങനെയാണ് ഇന്ത്യയിലെ പൊതുസമൂഹത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നത്, അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അവരുടെ സമ്പ്രദായങ്ങൾ എങ്ങനെയാണ് സവിശേഷമാകുന്നത്, ഇത്രയും കാലങ്ങളോളമായി അവരുടെ ജീവിതങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ജീവിതശൈലി എന്തൊക്കെ കാരണങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, പൊതുസമൂഹം അവരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ചോദ്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഈ പാഠഭാഗം തൊടുത്തു വിടുന്നുണ്ട്. ഇതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് കുടുംബ വ്യവസ്ഥയെപ്പറ്റി പറയാം. ഇന്ത്യൻ സമൂഹത്തിൽ കുടുംബ സമ്പ്രദായങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സാമൂഹികവൽക്കരണത്തിന്റെ പ്രധാന ഏജന്റായ ഫാമിലി അല്ലെങ്കിൽ കുടുംബം ഭൂപ്രകൃതിയാലും മറ്റ് സംസ്കാരങ്ങളാലും ഏറെ വിഭിന്നമാണ്. നിങ്ങൾ ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി എന്ന് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അണുകുടുംബങ്ങളും കൂട്ടുകുടുംബങ്ങളും. നിങ്ങൾ ഏത് തരത്തിലുള്ള കുടുംബ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ വീടുകളിൽ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? നിങ്ങൾ ഏത് തരം കുടുംബ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ വീടുകളിൽ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? വീട്ടുജോലികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആരാണ്? ഇത്തരം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിങ്ങൾ ഏത് തരത്തിലുള്ള കുടുംബ വ്യവസ്ഥയിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. വിശദമായിട്ട് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറയാം. ഇനി 4ാമത്തെ പാഠം രസകരമാണ്. മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. വിപണി അല്ലെങ്കിൽ മാർക്കറ്റ്, ഇതിനെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹിക സ്ഥാപനമായി കണക്കാക്കുകയാണ് ഈ പാഠഭാഗത്തിൽ. സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിൽ വലിയൊരു ബന്ധമില്ലെന്നൊക്കെ പലരും പറഞ്ഞു കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അവർ തമ്മിൽ അഭേദ്യമായ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ആ മേഖലയിൽ നടത്തിയിട്ടുള്ള നയങ്ങൾ, നിയന്ത്രണങ്ങൾ, നിയമങ്ങൾ ഇവയൊക്കെയും നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലം സമ്പദ് വ്യവസ്ഥയിൽ നടത്തുന്ന മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. ഇനി നിങ്ങളുടെ നാടുകളിൽ ആഴ്ച ചന്തകൾ നടക്കാറുണ്ടോ? ചൊവ്വാഴ്ച ചന്തയോ ബുധനാഴ്ച ചന്തയോ? നിങ്ങൾ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് ഇതിനെപ്പറ്റി ചോദിക്കുക. അവർ പറഞ്ഞു തരും ഇത്തരം മാർക്കറ്റുകളുടെ അല്ലെങ്കിൽ ഇത്തരം ആഴ്ച ചന്തകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഇനി നമ്മളുടെ നാട്ടിലെ ആഴ്ച ചന്തകൾ പോലെ ഛത്തീസ്ഗഡിലെയും ജാർഖണ്ഡിലെയും ഒക്കെ ഗോത്ര സമൂഹങ്ങൾ ഇത്തരത്തിൽ ചന്തകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ ചന്തകളിൽ എന്താണ് നടക്കുന്നത്? ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും വാങ്ങലുകളും മാത്രമാണോ? അല്ല, അല്ലേ? അവർ ഈ ഒരു മാർക്കറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വിപണിയിൽ നിന്നും പലതരം മനുഷ്യരെ പരിചയപ്പെടുത്തുന്നു, പുതിയ ഉൽപ്പന്നങ്ങളെ കാണുന്നു, ഈ ഉൽപ്പന്നങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് നിർമ്മിച്ചത് തുടങ്ങിയ ഉത്തരങ്ങൾക്ക് അവർ ചോദ്യം കണ്ടെത്തുന്നു. അങ്ങനെ അവിടെ ഒരു സാമൂഹിക ബന്ധം തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിപണിയെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സാമൂഹിക സ്ഥാപനങ്ങളായിട്ട് സോഷ്യോളജി കണക്കാക്കുന്നത്. ഇന്ന് ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്, അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിൻ്റെ. നിങ്ങളുടെ വിരൽ തുമ്പിലിരുന്ന് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഏത് ഉൽപ്പന്നവും വാങ്ങാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ചക്കയും തേങ്ങയും മാങ്ങയും ചിരട്ടയും, എന്തിനേറെ പറയുന്നു, ശുദ്ധവായു പോലും ഒരു ഉൽപ്പന്നമായി മാറുന്ന ഒരു കാലത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. എന്തിനു പറയുന്നു, നമ്മൾ തന്നെ ഒരു ഉൽപ്പന്നമായി മാറുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയുടെ, ഈ ഒരു മുതലാളിത്ത കാലത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അവ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്, ഇതൊക്കെയും വളരെ വിശദമായി തന്നെ നമുക്ക് ഈ പാഠത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. 5ാമത്തെ പാഠം പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെ പറ്റിയും ഒഴിവാക്കലുകളെ പറ്റിയും അരികുവൽക്കരണത്തെ പറ്റിയുമാണ് ഈ പാഠഭാഗം പ്രധാനമായും പ്രതിപാദിക്കുന്നത്. ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും, ഇന്ത്യയിൽ അനീതി നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സ്ഥാപനമാണ് ജാതി വ്യവസ്ഥ എന്നുള്ളത്. പലപ്പോഴും നിങ്ങൾ കരുതും ജാതി എന്നത് പണ്ടെപ്പോഴോ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥ കാരണം ഇപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, ഇപ്പോഴും അനീതികളും അടിച്ചമർത്തലുകളും നേരിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ട് ജാതി വ്യവസ്ഥയെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ചരിത്രം മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, അത് വർത്തമാനകാലത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്, മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇന്ത്യ എന്നത് ഒരു പാട്രിയാർക്കൽ സമൂഹമാണ്, അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃത സമൂഹം. അവിടെ സ്ത്രീകൾക്ക് പലപ്പോഴും വിസിബിലിറ്റി അല്ലെങ്കിൽ ദൃശ്യത കിട്ടുന്നില്ല. അവർ പല കാരണങ്ങളാൽ അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകുവാനോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് അവർക്ക് ജോലിക്ക് പോകാനോ പലപ്പോഴും സാധിക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്ത്രീകൾക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാൻ പോലും ഭയം തോന്നുന്ന ഒരു നാട്ടിലാണ് അല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെയൊക്കെ കാരണം എന്താകാം? ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത്? സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഇന്ത്യയിൽ നടന്നിട്ടുള്ള സമരങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ ഏതൊക്കെയായിരുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ പാഠത്തിൽ നിന്നും മനസ്സിലാക്കും. ഇനി ഇന്ത്യയിൽ അവശത അനുഭവിക്കുന്ന മറ്റൊരു സമൂഹമാണ് ഡിസേബിൾഡ് കമ്മ്യൂണിറ്റി. ചില ശാരീരിക പരിമിതികൾ അനുഭവിക്കുന്ന ഇവരെ പലപ്പോഴും പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യാറുള്ളത്. അവരുടെ അവകാശങ്ങൾ പലപ്പോഴും പൂർത്തീകരിച്ച് കാണാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇതിനൊരു പരിഹാരം എങ്ങനെയാണ് നടപ്പിലാവുക? അതിനുവേണ്ടി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇത്തരം കാര്യങ്ങളെ കൂടി നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയുള്ള രസകരമായ പാഠം ദി ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ സാംസ്കാരിക സമന്വയം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് സംസ്കാരങ്ങൾ സമ്മേളിക്കുന്നുണ്ട്. ഒരുപാട് ഭാഷ, ഒരുപാട് മതം, ജാതി, ഗോത്ര സമൂഹങ്ങൾ, ഇവരൊക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വൈവിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഈ ഒരു വൈവിധ്യം നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്? ഒരുപാട് മനുഷ്യരും ഒരുപാട് കൂട്ടങ്ങളും നിലനിൽക്കുമ്പോൾ അവയിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജാതിയുടെയും മതത്തിൻ്റെയും ജെൻഡറിൻ്റെയും ഒക്കെ പേരിൽ ഇപ്പോഴും ഇവിടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കൂട്ടക്കൊലകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ തന്നെ സാമൂഹ്യപരമായി എങ്ങനെ നോക്കിക്കാണണമെന്നാണ് സോഷ്യോളജി നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൽ എല്ലാ വശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാകൂ എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇനി ഇന്ത്യൻ സൊസൈറ്റി എന്ന ഈ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠം ഏറ്റവും താല്പര്യമുണ്ടാക്കുന്നതാണ്, സജഷൻസ് ഫോർ പ്രോജക്റ്റ് വർക്ക്. ഇവിടെ നിങ്ങൾ സോഷ്യോളജി പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് ഈ പാഠഭാഗം. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ റിസർച്ച് പ്രോജക്റ്റിൻ്റെ വിഷയം അതെന്തായിരിക്കും? ആ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ കാരണങ്ങൾ എന്തായിരിക്കും? ഒരുപാട് ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഈ മാറ്റങ്ങളെ നമുക്ക് സോഷ്യോളജിക്കലായി അല്ലെങ്കിൽ സമൂഹശാസ്ത്രപരമായി മനസ്സിലാക്കാം. ഇനി ഈ വിഷയം ഒന്നുമല്ലാതെ നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ള, താല്പര്യപ്പെടുത്തിയിട്ടുള്ള മറ്റേതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഈ ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നും പ്രെപ്വൈസിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഇതുവരെ സോഷ്യോളജിയിൽ ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടാകില്ല അല്ലേ? അതിൻ്റെ അങ്കലാപ്പുകളും നിങ്ങൾക്കുണ്ടാകാം. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതിനുവേണ്ടി ഏതൊക്കെ മെത്തേഡുകൾ അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുക? സർവേകളായും ഇൻ്റർവ്യൂകളായും ഫീൽഡ് വർക്കായും ഗ്രൂപ്പ് ഇൻ്റർവ്യൂകളുമായും ഒക്കെ ഒരുപാട് മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്.
നിങ്ങളുടെ വിഷയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മാർഗം തിരഞ്ഞെടുത്ത് വളരെ മികച്ച രീതിയിൽ നിങ്ങളുടെ റിസർച്ച് പ്രോജക്റ്റ് ചെയ്യാനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവസാനമായി നമ്മൾ ഇന്ന് ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം എന്ന +2 അധ്യയന പുസ്തകത്തിൻ്റെ എല്ലാ പാഠഭാഗങ്ങളെയും പറ്റി പരാമർശിച്ചു. അതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് അവ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം എന്ന ഈ അധ്യയന പുസ്തകത്തിൽ 7 പാഠങ്ങളാണ് ഉള്ളത്. അവ എന്തൊക്കെയാണ് പറയുന്നതെന്നും അവ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി അല്ലേ? That's all for today. Bye.